വിശദമായ വാർത്തകളിലേക്ക്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡ് ശാഖയിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ആദായ നികുതി റിട്ടേൺസിൽ ഈ അക്കൗണ്ട്സിന്റെ വിശദാംശങ്ങളില്ലെന്ന് IT വിഭാഗം കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. 5,10,00,000 രൂപയാണ് MG റോഡ് ശാഖയിലുള്ള CPMന്റെ അക്കൗണ്ടിലുള്ളത്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് അക്കൗണ്ടിൽ നിന്നും ജില്ലാ സെക്രട്ടറി 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. ഇത് ചെലവാക്കാൻ പാടില്ലെന്നും ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. 1998-ലാണ് ഈ അക്കൗണ്ട് ആരംഭിച്ചത്. ഇന്നലെ ആദായ നികുതി IT വകുപ്പ് അക്കൗണ്ട് സംബന്ധിച്ച് MM വർഗീസിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. തുടർന്ന് ബാങ്കിൽ IT വിഭാഗം അർദ്ധരാത്രി വരെ റെയ്ഡ് നടത്തിയിരുന്നു. ബാങ്കിലുള്ള തുകയുടെ ഉറവിടം, പിൻവലിച്ച പണം ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. പാർട്ടിക്ക് ഒന്നും ഭയക്കാനില്ലെന്നും എല്ലാ ഇടപാടുകളും നിയമാനുസൃതമാണ് നടന്നതെന്നും MM വർഗീസ് പ്രതികരിച്ചു. CPMനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അതതിന്റെ കൃത്യമായിട്ടുള്ള നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി. അതിന്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ LDFന്റെ ഒരു മുൻകൈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് തൃശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞ 3 മണ്ഡലങ്ങളിലും, തൃശ്ശൂർ, ചാലക്കുടി, ആലത്തൂർ, ഈ 3 മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് LDFന്. LDFന്റെ മേൽക്കൈ എതിരാളികൾ വരെ അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും. അപ്പൊ അതിന് തടയിടാൻ പറ്റുന്നൊരു പരിശ്രമമാണ്. ആരെന്ത് ശ്രമം നടത്തിയാലും അത് നടക്കാൻ പോണ കാര്യമല്ല. LDF നല്ല വിജയം കേരളത്തിൽ LDFന് ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ LDFന്റെ 3 സ്ഥാനാർത്ഥികൾ വിജയിക്കും. അതേസമയം വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25ഓളം ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കിൽപ്പെടാതെ പണമിടപാടുകൾ നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.